അതിഥി താരം. ഒരു മിലിറ്ററി ഡോക്ടറുടെ ഉദ്വേഗഭരിതവും ആവേശോജ്വലവുമായ ജീവിതം നയിക്കുകയും ശേഷം വൈവിധ്യമാർന്ന ആ അനുഭവങ്ങളെ അക്ഷരങ്ങളിലേക്ക് പകർന്ന് വായനക്കാർക്ക് പ്രിയങ്കരിയായി മാറുകയും ചെയ്ത ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാനാണ് ഇന്ന് അതിഥിയായി ഈ പരിപാടിയിലെത്തുന്നത്. ഇന്ത്യൻ റെയിൻബോ, ഒരു പട്ടാളക്കാരിയുടെ ഓർമ്മക്കുറിപ്പുകൾ, സ്ത്രീ കേന്ദ്രീകൃത കുറിപ്പുകളായ അവളവൾ ശരണം, അപരിചിതവും നിഗൂഢവുമായ ഭൂമികയെ പരിചയപ്പെടുത്തുന്ന നോവലായ സ്നോ ലോട്ടസ് എന്നീ പുസ്തകങ്ങളുടെ എഴുത്തനുഭവങ്ങളും ഹൃദയസ്പർശിയായ ജീവിതയാത്രയും ഡോക്ടർ സോണിയ ചെറിയാൻ പങ്കുവയ്ക്കുന്നു. കൂടെ ഫഹദ് റാസ. പട്ടാള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കഥകളാക്കിയ ആ പട്ടാള കഥകൾ എന്നുള്ള രീതിയിൽ തന്നെ ഒരു വിഭാഗം മലയാള സാഹിത്യത്തിലുണ്ട്. എന്നാൽ ഇപ്പോൾ പട്ടാള കഥകൾ എഴുതിയ ആളുകൾ പ്രധാനമായിട്ടും നന്ദനാർ, പാറപ്പുറത്ത്, കോവിലൻ ഇവരൊക്കെ എഴുതിയ കഥകളിൽ നിന്നും ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ എഴുതിയ കഥകൾക്കുള്ളൊരു വ്യത്യാസം, ഒരു മിലിറ്ററി ക്യാമ്പിലെ അനുഭവങ്ങൾ ഒരു സ്ത്രീ എഴുതുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പട്ടാള ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു സ്വകാര്യമാക്കി വെക്കപ്പെട്ട ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വ്യക്തിജീവിതമാണെങ്കിലും പ്രധാനമായിട്ടും സ്വകാര്യമാണ്. പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് പൊതുസമൂഹം എപ്പോഴും എഴുത്തുകാരൻ എൻ്റെ സ്വത്താണ്, എഴുത്തുകാരൻ്റെ ജീവിതവും എൻ്റെ സ്വത്താണ് എന്നുള്ള രീതിയിലുള്ളൊരു ഇടപെടലുകൾ എപ്പോഴും നടത്താറുണ്ട്. അപ്പോൾ ഒരു പട്ടാളക്കാരിയിൽ നിന്നും പിന്നീട് ഒരു എഴുത്തുകാരിയിലേക്ക് വരുമ്പോൾ ഈ സ്വകാര്യമാക്കി വെക്കപ്പെട്ടത് ആ ഒരു ജീവിതത്തിൽ നിന്നും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നൊരു ജീവിതം, ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം ഇപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. കാരണം വാരാന്ത്യ പതിപ്പിൽ കുറിപ്പുകൾ വരാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ആഴ്ചയും കുറിപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു കോളം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് മെയിലുകൾ കിട്ടും. അപ്പോൾ ഈ മെയിലുകളിൽ അധികവും സ്നേഹം തന്നെയായിരുന്നു. ആൾക്കാരത് കാണുന്നു, വായിക്കുന്നു. അപ്പോൾ ഒരുപാട് സ്നേഹം എഴുത്ത് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതൊരു വലിയ ഒരു വ്യത്യാസമായിരുന്നു. അത് ആളുകൾ കൂടുതലായിട്ട് വായിക്കുന്നു, ചർച്ച ചെയ്യുന്നു, അതിലൊരുപാട് സന്തോഷം തോന്നി. അതുമാത്രമല്ല, ഈ കത്തുകൾ ഓരോ ആഴ്ചയും വരുമ്പോഴത്തേക്കും നല്ല രസമുള്ള കത്തുകളാണ് വരിക. അത് ഈ മേഖലയിലുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ കത്ത് വരും, അല്ലാത്തവരുടെ കത്ത് വരും. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞല്ലോ, അതിന് സന്തോഷം പറഞ്ഞുകൊണ്ട്. ചില സമയം ഈ മേഖലയിലുള്ള ആൾക്കാരുടെ തന്നെ കത്ത് വരുന്നത് അതിനെക്കുറിച്ച് എഴുതിയപ്പം, ഫോർ എക്സാമ്പിൾ മറ്റേ ഷേലാപാസിനെ കുറിച്ച് എഴുതിയപ്പം അവിടുത്തെ ജസ്വന്ത് ബാബയുടെ കഥ എന്താ എഴുതാതിരുന്നേ, അത് അടുത്തവണ എഴുതണം. അപ്പം ഞാൻ അടുത്ത ലക്കത്തിലേക്ക് അതും കൂടെ എഴുതുവാണ്. അങ്ങനെ അവരുടെ ആ സ്നേഹം, അവരുടെ എല്ലാവരും കൂടെ ഒരു ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം പോലെ പോലും ചിലപ്പോഴും തോന്നി. അതുപോലെ വേറെ ഒരു അനുഭവം എനിക്ക് തോന്നിയത് ഈ കോവർ കഴുതകളുണ്ടല്ലോ പട്ടാളത്തിൽ, അത് മ്യൂൾസ് എന്ന് പറയും നമ്മൾ. കുതിരയുടെയും കഴുതയും കൂടെ സങ്കരമായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധി ആരോഗ്യമുള്ള മൃഗങ്ങളാണ്. നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനും പട്ടാളക്കാരുടെ വെപ്പൺസ് എടുക്കാനും ഒക്കെ ആയിട്ട് മ്യൂൾസിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മ്യൂൾസിനെല്ലാം മ്യൂൾ ഡ്രൈവേഴ്സ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ സാധാരണഗതിയിൽ എഴുതാറില്ല ആൾക്കാർ. അപ്പോൾ ഈ മ്യൂൾസിനെ പറ്റി എഴുതി കഴിഞ്ഞ ആ ലക്കത്തിൽ ഒരു കത്ത് വന്നു എനിക്ക്. ആ കത്തിൽ ഇങ്ങനെ ഒരു മ്യൂൾ ഡ്രൈവറുടെ കത്താണ്. മ്യൂൾ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഈ മ്യൂൾസിൻ്റെ കൂടെ അതിൻ്റെ ഒരു പരിപാലകൻ ഉണ്ടാവും, അതിനാണ് മ്യൂൾ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ കൂടെ തന്നെയായിരിക്കും അവരുടെയും ജീവിതം. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെ പരസ്പരം സഹകരിച്ച് ഇങ്ങനെ ആശ്രയിച്ച് അങ്ങനെയുള്ളൊരു ജീവിതമാണ്. അപ്പോൾ ആ കത്ത് അതെനിക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവന്നൊരു കത്ത്. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങളെക്കുറിച്ച് ഇതുവരെ ആരും എഴുതിയിട്ടില്ല, ഞങ്ങളെക്കുറിച്ചും എഴുതിയല്ലോ. അങ്ങനെ ആ മ്യൂൾ ഡ്രൈവറുടെ ഒരു കത്ത്, ഒരു 4 വരിയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്. അതൊരു വേറൊരു ലോകത്തിലും തന്നെ തുറന്നു തന്ന പോലെ തോന്നി. അതുപോലെ വേറെ ഒരിക്കൽ BRO ഞങ്ങളുടെ റോഡിലെ തടസ്സം മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രഫിൻ്റെ ഐസ് ബ്രേക്കിംഗ് മെഷീനെ പറ്റിയൊക്കെ എഴുതിയപ്പം ആ ഗ്രഫിൻ്റെ ആൾക്കാർ വളരെ സന്തോഷത്തോടെ 2-3 കത്തുകൾ ഇങ്ങനെ ആ സമയത്ത് തന്നെ കിട്ടി. അവരെക്കുറിച്ച് എഴുതപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് ജീവിച്ച ആ ഒരു അനുഭവത്തിന്റെ ഒരു പ്രകാശനമാണല്ലോ എഴുത്ത് എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ അതിനു മുൻപ് ജീവിച്ച ഒരു ജീവിതം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പട്ടാള ജീവിതം, ആ ഒരു മിലിറ്ററി ഡോക്ടർ എന്നുള്ള ഒരു കരിയറിലേക്ക് വരുന്നത്, ഇപ്പോൾ എഴുത്തുകാരി എന്ന രീതിയിൽ ഒരുപാട് വേദികളിൽ പോകുമ്പോൾ ആളുകൾ ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാകാം. പക്ഷേ ആദ്യമായി ആകാശവാണിക്ക് വേണ്ടി നൽകുന്ന ഒരു അഭിമുഖം എന്ന രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് സോണിയ ചെറിയാൻ എന്നൊരു ഡെന്റിസ്റ്റ് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാനായി എന്നറിയാനുള്ള ഒരു കൗതുകം ഉണ്ടാവും. മിലിറ്ററി ചേരണമെന്ന് ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്ങനെ ആഗ്രഹം മനസ്സിൽ വന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ അമ്മാവൻ പട്ടാളത്തിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 5 വയസ്സുള്ളപ്പം പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പം എനിക്കൊരു കുട കൊണ്ടുവന്നു.
നിറച്ചും പൂക്കളൊക്കെ ഉള്ളത്. അന്ന് നമ്മുടെ നാട്ടിൽ ഈ കറുത്ത ശീലക്കുട മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ സ്കൂളിൽ ആ കറുത്ത കുടയും പിടിച്ച് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈ പൂക്കുടയൊക്കെ പിടിച്ച് ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ വെള്ളമൊക്കെ തെറിപ്പിച്ച് പോയ ആ ഓർമ്മ. അപ്പോൾ എന്തോ പട്ടാളം എന്ന് പറഞ്ഞാൽ എന്തോ വർണ്ണശബളമായ എന്തോ ആണെന്നാണ് അന്ന് തൊട്ട് മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ആദ്യം വന്നത്. അത് കഴിഞ്ഞ് ഹൗസ് സർജൻസിയിലായിരുന്നപ്പം കൂട്ടുകാരൊക്കെ മിലിറ്ററിയുടെ ഇൻ്റർവ്യൂവിന് പോയി. അപ്പം ഞാനും അപ്ലൈ ചെയ്തു. പക്ഷേ അന്നേരം പേരൻസ് കുറച്ചൊന്ന് ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചതൊരു മിലിറ്ററി ഡോക്ടറെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെയാണ് മിലിറ്ററിയിലേക്ക് ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ കണ്ടത് ഏകദേശം അതുതന്നെയാണ്. ഈ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള മനുഷ്യർ അവരുടെ ആ വർണ്ണപ്പകിട്ടുകളൊക്കെ ഈ വലിച്ചു കെട്ടിയ കൂടാരങ്ങളുടെ തീരെ നമ്മൾ റഫാണ് എന്ന് വിചാരിക്കുന്ന, അത്രയും വരണ്ടതാണെന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ പോലും അവരുടെ ഉത്സവങ്ങൾ കൊണ്ടുവരുന്നു. അവരുടെ പല നാട്ടുകളിലെ വർണ്ണപ്പകിട്ടുകൾ കൊണ്ടുവരുന്നു. അതിനെ വർണ്ണശബളിമയുള്ളതാക്കുന്നു. അങ്ങനെ നടക്കാറുണ്ട്. എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കാറുണ്ട്. ഒക്ടോബറിൽ ഒരു ദീപാവലി തൊട്ട് തുടങ്ങിയാൽ ഈ കണ്ടോൺമെൻറ്റുകളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ട് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുണ്ടാകും. പിന്നെ ജനുവരി ബിഹു, അങ്ങനെ അങ്ങ് നീണ്ടങ്ങ് പോകും. ഉത്സവങ്ങളുടെ ഒരു കാലം തന്നെയുണ്ട്. പ്രത്യേകിച്ചും നാഗാലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ കണ്ടോൺമെൻറ്റുകളിലെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. പാട്ടുകൾ അതിൽ പങ്കെടുക്കാറുണ്ടോ? കണ്ടോൺമെൻറ്റുകളിലെ ആഘോഷങ്ങളിൽ സാധാരണകളിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഷില്ലോങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകും. പുറത്തോട്ട് പോകുമ്പോൾ എല്ലാ കവലകളിലും ഇങ്ങനെ നിന്ന് ആൾക്കാർ പാട്ട് പാടുന്നു. ഇങ്ങനെ കുട്ടികൾ ആ കൂടെ ഓടി നടന്ന് പാട്ട് പാടുന്നു. നോർത്ത് ഈസ്റ്റിലുള്ളപ്പം അതൊരു നല്ല ഭംഗിയുള്ളൊരു സമയമാണ്. എവിടെയാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ആഘോഷങ്ങൾ നമ്മളെ ഇന്ത്യക്കുള്ള പ്രത്യേകത അതാണല്ലോ. നിറച്ചും വർണ്ണപ്പകിട്ട്, നിറച്ച ആഘോഷങ്ങൾ, നിറച്ച ഉത്സവങ്ങൾ. എല്ലാ നാട്ടിൽ നിന്നും വരുന്നവർ ഈ കണ്ടോൺമെൻറ്റുകളിലുള്ളത് കൊണ്ട് എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരുന്നു. അതൊരു വളരെ ഭംഗിയുള്ളൊരു അവസരമായിട്ട് തോന്നി. എല്ലാ വർണ്ണങ്ങളും ഉൾക്കൊള്ളുന്ന ആഘോഷം അങ്ങനെ ഒരു ഇതാ തോന്നി. അതായിരുന്നു ആ ഒരു ഓർമ്മക്കുറിപ്പുകൾക്ക് ഇന്ത്യൻ റെയിൻബോ എന്ന് തന്നെ അത്രയും വർണ്ണങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ആഘോഷങ്ങളും അത്തരം ജീവിതവും നയിച്ചത് കൊണ്ടാണോ? ഇന്ത്യൻ റെയിൻബോ എന്നുള്ള പേരിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര വാസ്റ്റാ രാജ്യം. ഒരുപാട് പോളിഫോണിയുള്ള ദേശമാണ്. ഭൂലോകത്തിലെ സകല വംശപരമ്പരയിൽ നിന്നുള്ള മനുഷ്യർ ഓരോ റീജിയനുകളിൽ ചെല്ലുമ്പോഴും കൾച്ചർ മാറും, ഭാഷ മാറും, ഭക്ഷണരീതികൾ മാറും, ഉടയാടകൾ മാറും, കാലാവസ്ഥയും ഭൂപ്രകൃതിയും പോലും മാറും. അതിപ്പം ഹിമാലയത്തിൽ ഏപ്രിലിൽ മഞ്ഞ് പെയ്യുമായിരിക്കും. തമിഴ്നാട്ടിൽ അതേസമയം കത്തിരി വെയിൽ കാലം. ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഒരു തവണ തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നത് ഏപ്രിൽ മാസമാണ്. അപ്പോൾ ഈ വിൻ്റർ ക്ലോത്തിങ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വെയിലത്തിങ്ങനെ പൊരിയുകയാണ് ചെയ്യുന്നത്. അതുപോലെ അസാധാരണ കാലാവസ്ഥാ വൈവിധ്യങ്ങളാണ് നമ്മുടെ. വ്യത്യസ്ത ഭൂപ്രകൃതികൾ, കടലിൻ്റെയും മഞ്ഞിൻ്റെയും മരുഭൂമികളുടെയും ഘോരവനങ്ങളുടെയും പീഠഭൂമികളുടെയും ഉപ്പു തടാകങ്ങളുടെയൊക്കെ മഹാദേശമല്ലേ. സകല വർണ്ണപ്പകിട്ടുകളും ചേർന്ന് മഴവില്ല് പോലെ തന്നെയാണ് ഈ ഭൂപടത്തിൻ്റെ ഒരു സ്പെസിമെൻ മാതിരി, ഇങ്ങനെ മിനിയേച്ചർ പോലെ. പക്ഷേ ഈ വാസ്റ്റായ ദേശത്തിൻ്റെ പേരിലായി തലക്കെട്ട് ഇന്ത്യൻ റെയിൻബോ. അതിൻ്റെ പരിമിതിയെക്കുറിച്ച് നല്ല ബോധമുണ്ട്, തികച്ചും ബോധവതിയാണ്. കാരണം എൻ്റെ കർത്തവ്യവുമായിട്ട് ബന്ധപ്പെട്ട സഞ്ചാരങ്ങൾ എൻ്റെ മനസ്സിൽ തെളിയിച്ചൊരു മഴവില്ലായത് യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. എവിടെ ഇരുന്നാലും എൻ്റേതൊരു ജാലക കാഴ്ചയായിരുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കും ചട്ടക്കൂട്ടുകൾക്കും ഉള്ളിൽ നിന്നുള്ളൊരു കാഴ്ച. ഈ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കൊണ്ടൊരു കാലിഡോസ്കോപ്പ് ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ ഒരു കുറിപ്പുകൾ എഴുതിയത്. പക്ഷെ അതിനേക്കാളും ഒക്കെ എത്രയോ ആഴത്തിലാണ് കാലവും ദേശവും ഒക്കെ പിടഞ്ഞു കിടക്കുന്നത്. അതിൻ്റെ ഒരു കോംപ്രിഹെൻസീവ്നെസ്, സമഗ്രത, കൾച്ചറൽ ഡെപ്ത്, അതൊക്കെ എത്രമാത്രം ഉണ്ട്. അക്ഷരങ്ങളിൽ കൊടുക്കാവുന്നതിലപ്പുറമായിരിക്കും അല്ലേ? അതെ. അപ്പൊ എൻ്റെ മനസ്സിൽ മഴഞ്ഞൊരു മഴവില്ല ശരിക്കും. മൈ ട്രാവൽസ് ഹാവ് ചേഞ്ച്ഡ് മീ എന്ന് പറയുന്ന പോലെ. അതെ അതെ. 14 വർഷമാണല്ലോ സർവീസിലിരുന്നത്. അപ്പോ വളരെ വൈവിധ്യമാർന്ന അസാധാരണമായിട്ടുള്ള കുറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞു വളരെ വിവിധങ്ങളായ ഭൂപ്രദേശങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള അത്തരം കാര്യങ്ങളെല്ലാം അനുഭവക്കുറിപ്പുകളിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടച്ചിങ് ആയ, ഏറ്റവും സ്പർശിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അതിലേതെങ്കിലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? ഒരു അനുഭവം ഓർത്തെടുക്കാം. അതൊരു ക്രിസ്മസ് കാലമായിരുന്നു. അപ്പം ഞാൻ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള യൂണിറ്റിൻ്റെ ഹെഡ് ക്വാർട്ടറിലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ താഴെയാണ് എൻ്റെ ഫാമിലി ഉള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ തീരെ ചെറുതാണ്, കുഞ്ഞുമക്കളും ഹസ്ബൻഡും കൂടെ താഴെയുണ്ട്. അപ്പോൾ കുറേ ദിവസമായി പോയിട്ട്. അപ്പം നമുക്കിങ്ങനെ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ വെക്കുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ദൂരെയായിരുന്നു. അപ്പോൾ ക്രിസ്മസിന് ഒരാഴ്ച മുന്നെയോ മറ്റോ ഞാൻ താഴോട്ട് വരുന്നത്, ഒരാഴ്ചയോ 3-4 ദിവസം മുന്നെയോ. അപ്പോൾ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണഗതിയിൽ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ജൂൺ, ജൂലൈ, മെയ് മാസങ്ങളിൽ ഏറ്റവും മഞ്ഞ് കുറവുള്ള സമയത്ത്. പക്ഷെ ഡിസംബറിലൊക്കെ ഇങ്ങനെ കട്ട കെട്ടി മഞ്ഞായിരിക്കും. ഈ പാസുകളെല്ലാം അടഞ്ഞു കിടക്കും. അപ്പോൾ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ ഈ BROയുടെ അതായത് ഗ്രഫിൻ്റെ വലിയ ഐസ് ബ്രേക്കർ വണ്ടികൾ വന്നിട്ട് അതിനെ മഞ്ഞിങ്ങനെ പൊട്ടിച്ച് നീക്കി അങ്ങനെ ഈ റോഡ് ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടാക്കി അതിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ കോൺവോയ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചുറ്റും ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞു കിടക്കുക. ഇങ്ങനെ മഞ്ഞ് മൂടിയ മലകളിങ്ങനെ
അടരടരായിട്ട് കിടക്കുക. ഷേലാപ്പാസാണ് അരുണാചലിലെ തവാങ്. അപ്പോൾ തിരിച്ചു വരുമ്പം അപ്പം ഞാനിങ്ങനെ കുറച്ച് വറീഡാണ്, കാരണം കേക്ക് ഉണ്ടാക്കിയിട്ടില്ല, ക്രിസ്മസ് ട്രീ വെച്ചിട്ടില്ല. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഈ വഴി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് മഞ്ഞിങ്ങനെ താന്ന് കഴിയുമ്പോഴത്തേക്കും മഞ്ഞ് തന്നെ മൂടിയ ഈ ദേവദാരുക്കൾ ഒരുപാടുണ്ട് ഈ തവാങ്ങിൻ്റെ അടിയിലുള്ള നൂറാനാങ് അതുപോലെയുള്ള താഴ്വരകളിൽ. അപ്പം ഒരു ദേവദാരുവിൻ്റെ ഒരു ശിഖരം ഞാൻ മുറിച്ചെടുത്തു, ജിപ്സിയെ കെട്ടിവെച്ചു. ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ നമ്മളത് നാട്ടിയപ്പോഴത്തേക്കും മഞ്ഞൊക്കെ ഉരുകി ജിപ്സിയിലൊക്കെ കുറേ വെള്ളമൊക്കെ ആയി. പക്ഷേ നല്ല കുട്ടികളെല്ലാം ഓടി വന്നു അടുത്തുള്ള വീട്ടിൽ നിന്നല്ല. അപ്പോൾ ഈ തണുപ്പ് കാരണം ഈ 5-6 ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ബോളുകൾ മാതിരി തക്കിട് മുണ്ടന്മാർ മാതിരി എല്ലാ കുട്ടികളും വന്ന് ഈ ക്രിസ്മസ് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുഞ്ഞു കഥകളൊക്കെ വായിച്ച് അവരവരുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഓരോന്ന് എടുത്തുകൊണ്ട് നിന്നിട്ട് ഈ സ്റ്റൂളൊക്കെ ഇട്ട് ട്രീ ഡെക്കറേറ്റ് ചെയ്യുക. 1 മണിക്കൂർ കൊണ്ട് ട്രീ മൊത്തം ഇങ്ങനെ ഡെക്കറേറ്റഡ് ആയി. അങ്ങനെ നല്ല ഭംഗിയായി. നമ്മളിങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരി അന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് ഞങ്ങളിന്ന് ക്രിസ്മസ് ട്രീ വെച്ചു, വലിയ സെലിബ്രേഷനായിരുന്നു. അപ്പം പുള്ളിക്കാരി പതുക്കെ ഒന്ന് തോണ്ടി, ഓ സമാധാനത്തിൻ്റെ രാജാവിൻ്റെ ഉത്സവം ആഘോഷിക്കുന്ന പട്ടാളക്കാർ. അപ്പോഴത്തേക്കും നമുക്കൊന്നും കുറച്ചൊരു വിഷമമായി. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിലായി, അത് എങ്ങനെയാണ് അതിനെ ഒരു എന്തൊരു ഐറണിയാണെന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ ക്ലിനിക്കിലിരിക്കുക, അപ്പം കുറച്ച് സങ്കടപ്പെട്ടിരിക്കുക. അപ്പം ഞങ്ങൾ അവിടുത്തെ ഈ അരുണാചലിൽ ഒരുപാട് ഈ ബുദ്ധമത വിശ്വാസികളുണ്ട്, പ്രത്യേകിച്ച് ഈ ടിബറ്റിൽ നിന്ന് ഓടി വന്ന ആൾക്കാർ. അപ്പം അവരിങ്ങനെ അവരുടെ ഗൊമ്പകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധമത വിഹാരങ്ങളാണ്. ആ ഗൊമ്പകളുടെ മുറ്റത്തൊക്കെ ആയിരിക്കും നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് അധികം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുത്തനെയുള്ള കുന്നുകളാണ്. ഈ കുത്തനെയുള്ള കുന്നുകളിൽ ഒരു കുറച്ച് നിരപ്പുള്ള സ്ഥലം വേണം ഈ ടെൻ്റൊക്കെ വലിച്ചു കെട്ടാൻ. അപ്പോൾ ഈ ടെൻറ്റ് വലിച്ചു കെട്ടാനൊക്കെയുള്ള കുറച്ചൊരു സ്ഥലം കിട്ടുന്നത് മൊണസ്ട്രികളുടെ മുറ്റത്താണ്. അപ്പോൾ ഈ അവിടെയുള്ള ഈ പ്രായമായ എല്ലാ ലാമമാരുമായിട്ട് ഈ കുഞ്ഞു ലാമക്കുട്ടികളുണ്ടാവും, ഗെറ്റ്സുൽ എന്ന് പറയും. ചെറിയ 5-6 വയസ്സ് തൊട്ടുള്ള എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പോൾ ഇവരുടെ ഡോക്ടർ നമ്മുടെ ആയതുകൊണ്ട് തന്നെ അവരൊരു ക്രിസ്മസ് സമ്മാനം തരാൻ വേണ്ടിയിട്ട് വരുക താഴെ. അപ്പം വലിയൊരു പ്രായമുള്ള ലാമ വന്നു, ഞാൻ എൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ലാമയുണ്ട്. ഇവർ രണ്ടുപേരും എൻ്റെ OPD തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ആ സമ്മാനം ഓർക്കുന്നുണ്ട്. ഒരു വെള്ളയിലൊരു നീല ചിത്രപ്പണി, ഡ്രാഗണിൻ്റെയൊക്കെ ചിത്രപ്പണി ചെയ്ത് ഈ ബുദ്ധമതത്തിൻ്റെ പ്രകാശമുദ്രകളൊക്കെ വരച്ച് ചേർത്തൊരു ചെറിയൊരു സമ്മാനം, ഒരു കോപ്പ മാതിരിയുള്ള അവരുടെ ഒരു ചായ കുടിക്കുന്ന ചായപാത്രം. എന്നിട്ട് ചോദിച്ചാൽ എന്താണ് ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താ ആഘോഷം, നമ്മൾ പട്ടാളക്കാരല്ലേ, സമാധാനത്തിൻ്റെ രാജാവിൻ്റെ ഉത്സവം എന്താ ആഘോഷിക്കാൻ, അന്നേരം നിനക്ക് നേരമുണ്ടോ, നീ അവിടെ ഇരിക്കുക, ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഈ വയസ്സായ ലാമ, നല്ല പ്രായമുണ്ട്, അവർ ഹെഡ് ലാമയായിരുന്നു ആ മൊണസ്ട്രിയിലെ, അദ്ദേഹം ഇങ്ങനെ കഥ പറയുക. അവിടെ ലാസേന്ന് ഓടിപ്പോകുന്ന കഥയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ലാസയിൽ ഇവരെ അറ്റാക്ക് ചെയ്തപ്പോൾ പിടിച്ചടക്കാൻ വേണ്ടി അധിനിവേശത്തിന് വന്ന സമയത്ത് അവർ കൊണ്ടുവന്നതെല്ലാം ആധുനിക ആയുധങ്ങൾ, യന്ത്രത്തോക്കുകൾ. പക്ഷേ ഇവരൊട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഡിഫൻസിൽ. കല്ലും കവണയൊക്കെ തടിക്കഷ്ണമൊക്കെ എടുത്താണ് ഇവർ ഈ യന്ത്രത്തോക്കിനെതിരെ പൊരുതുന്നത്. പക്ഷേ അവർ പൊരുതി നിന്നു. ഈ ലാമ പറഞ്ഞത്, അന്നൊരു ചെറിയ കുട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ, 2 ജ്യേഷ്ഠന്മാർ എല്ലാം അവിടെ വീണ് മരിച്ചു. പിന്നെ അവർ ഈ മഞ്ഞിക്കൂടെ തിരിച്ചിങ്ങോട്ട് ഓടി ഹിമാലയം കടന്ന് അവർ ഇന്ത്യയിലേക്ക് വന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അതൊരു നീണ്ട കഥയായിരുന്നു. OPD-യിലധികം പേഷ്യൻ്റ് ഇല്ലായിരുന്നതുകൊണ്ട് ഇരുന്നിങ്ങനെ കേട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഞങ്ങൾ ഡിഫൻസിന് പ്രാധാന്യം കൊടുത്തില്ല, ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങളെ ആരും ഉപദ്രവിക്കത്തില്ല. സ്നേഹത്തിനും കരുണയ്ക്കും നന്മയ്ക്കും ഒന്നും സംരക്ഷണം അല്ലെങ്കിൽ പ്രതിരോധം ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ കരുതിയില്ല മകളെ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ടി വന്നത്. നിങ്ങളിവിടെ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും യുദ്ധത്തിൻ്റെ ആൾക്കാരല്ല, നിങ്ങൾ സമാധാനത്തിൻ്റെ കാവൽക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വലിയൊരു ആണ്. അപ്പോൾ ഒരു സമാധാനം കിട്ടുവാണ് നമുക്ക്. എനിക്ക് തന്നെ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലേക്ക് അങ്ങ് വരുന്നത്. അപ്പം ആർമി എന്ന് പറഞ്ഞാൽ ഒരു പീസ് കീപ്പേഴ്സ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സമാധാനത്തിൻ്റെ സംരക്ഷകർ എന്നുള്ളൊരു അദ്ദേഹം എൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടേത് വർത്തമാനകാല പാഠമാണ് ടിബറ്റിൻ്റേത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കഥയൊക്കെ പറഞ്ഞ്, ഈ രാജ്യമില്ലാത്ത എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാമോ, കാലിൻ്റെ അടി മണ്ണില്ലാത്തവർക്കേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ, അതൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകും. അപ്പം അന്നാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് വന്നത്. ഇങ്ങനെ എൻ്റെ കൺസെപ്റ്റ് തന്നെ മാറുന്നുകൊണ്ട് രണ്ടാമത് അതേപ്പറ്റി എഴുതണമല്ലോ ഇവരുടെ ഈ കഥകളും. സ്നോ ലോട്ടസ് എന്ന് പറയുന്ന അങ്ങനെയാണ് ആ നോവൽ രൂപപ്പെട്ടത്. 14 വർഷത്തെ ആ ഒരു സേവനം അവസാനിപ്പിക്കുമ്പോൾ ആളുകൾക്ക് പൊതുവെ അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണ്, ഒരു മിലിറ്ററി ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മിലിറ്ററി ഡോക്ടർ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ ആർമിക്ക് ഒരു ഓപ്പ് സദ്ഭാവന എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതായത് അതിർത്തിയിലുള്ള മനുഷ്യരുടെ ആരോഗ്യകാര്യങ്ങൾ, അവരുടെ എഡ്യൂക്കേഷൻ, അതൊക്കെ നമ്മളൊക്കെയാണ് ഒരു പരിധിവരെ നമ്മൾ ചെയ്യും. അപ്പം പ്രത്യേകിച്ച് അതിർത്തിയിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഈ 14 വർഷത്തെ പോസ്റ്റിങ്ങിൽ 3 പോസ്റ്റിങ്ങും എന്ന് വെച്ചാൽ അതിൽ പകുതിയിലധികം സമയവും ഞാൻ അതിർത്തിയിലായിരുന്നു. അതായത് അത് ആദ്യം ഉണ്ടായിരുന്നത്
ഓപ്പരാക്രമിൻ്റെ ടൈമിലായിരുന്നു. ഓപ്പരാക്രം എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഓപ്പറേഷൻ പരാക്രം. അത് ഇന്ത്യയുടെ പാർലമെൻ്റ് അറ്റാക്ക് ഉണ്ടായതിനു ശേഷം അത് ഇന്ത്യൻ ആർമി ഒറ്റയടിക്ക് അതിർത്തിയിലേക്ക് ഒരു ഡിസംബറിലെ തണുപ്പുള്ള സമയത്തായിരുന്നു, ഏറ്റവും തണുപ്പുള്ള കാലത്ത് അതിർത്തിയിലേക്ക് മൂവ് ചെയ്തു. ആ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അതിരിലുള്ള ഒരു ഫീൽഡ് ഹോസ്പിറ്റലിൻ്റെ, അതായത് സ്ട്രൈക്കോറിൻ്റെ ഭാഗമായ ഒരു ഫീൽഡ് ഹോസ്പിറ്റലാണ് ഞാൻ പോയി ജോയിൻ ചെയ്യുന്നത്. തൊട്ട് അതിർത്തിയിൽ ഇങ്ങനെ ഒരു ടെൻറ്റിൽ ഞാൻ കണ്ടത് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു പട്ടാളത്തെ ആദ്യം കണ്ടത് ടെൻറ്റിലുള്ള ജീവിതം ചേരുമ്പോൾ തന്നെ. പിന്നെ രണ്ടാമത്തേത് തവാങ്, ചൈന ബോർഡർ ആയിരുന്നു എൻ്റെ ഫീൽഡ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. പിന്നെയുള്ള ഫീൽഡ് പോസ്റ്റിംഗ് ലാസ്റ്റ് നാഗാലാൻഡ് കൗണ്ടർ ഇൻസർജൻസി ഏരിയ ആയിരുന്നു. ഈ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ജോലി ചെയ്തത്? അല്ല, ബാക്കി ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്. നമുക്ക് സാധാരണ ഫീൽഡും പീസ് പോസ്റ്റിംഗ്, ഫീൽഡ് പോസ്റ്റിംഗ് നമ്മളിങ്ങനെ പറയും. പക്ഷേ എൻ്റെ ഫീൽഡ് പോസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫീൽഡിലുള്ളപ്പം ഇന്ത്യൻ മിലിറ്ററി ചെയ്യുന്നൊരു കാര്യം, അതിർത്തിയിലെ മനുഷ്യരുടെ ഡോക്ടർമാർ നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക്, അതായത് മിലിറ്ററിക്കാരുടേത് മാത്രമല്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ മറ്റ് ആശുപത്രികളൊന്നും ഉണ്ടാവാറില്ല? ഏറ്റവും അതിരിലും വിളിമ്പിലുമുള്ള മനുഷ്യരാണ്. അപ്പോൾ അവിടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. പ്രത്യേകിച്ച് അരുണാചലിലൊക്കെ നമ്മൾ മിലിറ്ററി ഹോസ്പിറ്റൽസ് ആണ് അധികവും ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ അതിർത്തിയിലെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അല്ലാതെ മിലിറ്ററിക്കുള്ളിലുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്യും. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഹയർ ലെവലായിട്ട് പോകും തോറും, പ്രത്യേകിച്ച് ഏറ്റവും മുകളിലുള്ള ഡൽഹിയിലെ റിസർച്ച് ആൻഡ് റെഫറൽ ഹോസ്പിറ്റൽ R&R വരെ എല്ലാ ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പക്ഷേ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിച്ചത് അതിലുള്ള മനുഷ്യരുടെയും കൂടെ ഡോക്ടർമാർ നമ്മളാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവരോടുമായിട്ട് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് എന്ന നിലയിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഒരു അവസരം കിട്ടും. നമ്മൾ നേരിട്ട് അവരോട് സംസാരിക്കുക. അപ്പം അങ്ങനെയാണ് ഈ എഴുത്തിൽ ഇന്ത്യൻ റെയിൻബോയിലും പ്രത്യേകിച്ചും സ്നോ ലോട്ടസിലും ഒക്കെ വരുമ്പം അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ ഇത്തരം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഫീൽഡ് പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എല്ലാം ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ, കാലാവസ്ഥയുടെ കാര്യത്തിലൊക്കെ എക്സ്ട്രീംസ് ആണ് അല്ലെ? ഇപ്പോൾ രാജസ്ഥാൻ ആണെങ്കിലും കശ്മീർ ആണെങ്കിലും അരുണാചൽ ആണെങ്കിലും എല്ലാം. അപ്പോൾ അതൊരു പട്ടാളക്കാരൻ്റെ അല്ലെങ്കിൽ പട്ടാളക്കാരിയുടെ മേക്കപ്പിനെ എങ്ങനെയാണ് മാറ്റുന്നത്, ഒരു മെന്റൽ മേക്കപ്പിനെ? അതിർത്തിയിൽ ഞാനിപ്പോഴും കണ്ടിട്ടുള്ള രാജസ്ഥാനിലെയും അരുണാചലിലെയും പറയാം, അത് വല്ലാതെ പരുക്കൻ ഇടങ്ങളാണ്. ശരിക്കും രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ മരുഭൂമികളാണ്. അവിടുത്തെ മനുഷ്യരോട് നമ്മൾ സംസാരിക്കും, പക്ഷെ മനുഷ്യർ വളരെ സ്നേഹമുള്ളവരായിട്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമത്തിലായിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ ലോങ് ആയിട്ട് വോക്ക് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഉണ്ട്, റൂട്ട് മാർച്ചൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ മടുത്ത് കഴിയുമ്പം രാജസ്ഥാനിലെ ഇങ്ങനെ നൊമാഡ്സ് ഉണ്ട്, അവരുടെ ഇങ്ങനെ കുഞ്ഞു കുടിയിരിപ്പുകളുണ്ടാകും. അവരുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ കയറിയിരിക്കും. അപ്പോൾ അവർ വളരെ സ്നേഹമാണ് നമ്മളോട്. ഈ ചായയൊക്കെ നിറച്ചും പാലൊഴിച്ച് കുറേ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ചായയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മളിങ്ങോട്ട് ക്ഷീണിച്ചിരിക്കുമ്പം. പക്ഷെ അവിടെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച, ഇവരിങ്ങനെ മൃഗങ്ങളോടാണെങ്കിലും, ബിഷ്ണോയികളെന്ന് പറഞ്ഞ ഒരു ആൾക്കാരുണ്ട്, മൃഗങ്ങളോടാണെങ്കിലും എന്തൊരു സ്നേഹത്തിൽ അവരിടപെടുന്നത്. അതായത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഒരു മുലയിൽ നിന്ന് ഒരു മാൻകുഞ്ഞിനെയും, അമ്മ നഷ്ടപ്പെട്ടൊരു മാൻകുഞ്ഞിനെയും മറ്റേ മുലയിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെയും മുലയൂട്ടുന്ന ഒരു ബിഷ്ണോയ് സ്ത്രീ. ഞങ്ങളിങ്ങനെ കയറിയിരുന്ന ഒരു സ്ത്രീ. അതുപോലെ അവരെ മൃഗങ്ങളെ കരുതും. അതുപോലെ തന്നെ ഈ പഹാടികൾ, നല്ല സ്നേഹമുള്ള പഹാടികളെയാണ് കണ്ടിട്ടുള്ളത്. ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രത്യേകിച്ചും ഈ സിയാച്ചിനിൻ്റെ തൊട്ട് താഴെ വാർഷി എന്ന് പറഞ്ഞൊരു മഞ്ഞുഗ്രാമമുണ്ട്. ആ മഞ്ഞുഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ നമ്മളവിടെ പോകുമ്പോൾ അവർ ജനിച്ചതിന് ശേഷം അവരവിടുന്ന് 10-50 വയസ്സൊക്കെയുള്ള സ്ത്രീകളാണെങ്കിലും ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. മഞ്ഞല്ലാതെ അവരൊന്നും കണ്ടിട്ടില്ല. വേനൽക്കാലത്ത് കുറച്ച് മഞ്ഞുരുകുമ്പോൾ അവർ ഈ ഉരുളക്കിഴങ്ങൊക്കെ കൃഷി ചെയ്ത് ഈ മഞ്ഞിനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അവിടുന്ന് മീനൊക്കെ പിടിച്ച് അതിനെയൊക്കെ പുഴുങ്ങി വെച്ച്, പിന്നെ തണുപ്പ് കാലത്തേക്കുള്ളതെല്ലാം കരുതി വെച്ച് കുഞ്ഞുങ്ങളെ തണുപ്പ് ഏൽപ്പിക്കാതെ വളർത്തുക. ഇതൊക്കെ ഉള്ളൂ അവരുടെ, അത്രയേ ഉള്ളൂ അവരുടെ ലോകം. പക്ഷേ എന്ത് നല്ല സ്നേഹമുള്ള നന്മയുള്ള മനുഷ്യരാണ്. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ പല മനുഷ്യരെ കാണുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ലോകത്തിലുള്ള മനുഷ്യരെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യമായ ഉറവ, ശരിക്കും പറഞ്ഞ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രവാഹം നമുക്കത് മനസ്സിലാകും. എല്ലാവരും നമ്മൾ എന്താ പറയുക, പല ഭാഷ, ജാതി വ്യത്യാസമൊക്കെ ഒന്നും നമുക്ക്, ഒരു ഭക്ഷണശീലങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും, പക്ഷേ എല്ലാവരും ഒരുപോലെ ആ സ്നേഹം നമുക്ക് മനസ്സിലാകും. അത് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതുണ്ട്. അങ്ങനെയാണ് നമ്മൾ മറ്റേ മൈ ട്രാവൽസ് ഹാവ് ചേഞ്ച്ഡ് മീ എന്ന് പറയുന്ന മാതിരി, നമ്മൾ കാണുന്നവരെ, നമ്മൾ അവരോട് ഇടപഴകുന്നവരെ നമുക്കത് മനസ്സിലാവില്ല. ഇടപഴകി കഴിയുമ്പോൾ, സംസാരിച്ച് കഴിയുമ്പോൾ എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തോ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് എഴുത്തുകാരിയാവുക എന്നത്, അല്ലെങ്കിൽ എഴുത്തുകാരനാവുക എന്നുള്ളത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിന് വർഷങ്ങൾ നീണ്ട ഒരു പശ്ചാത്തലം ഒരുപക്ഷെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പശ്ചാത്തലത്തെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നോ? എഴുത്തൊക്കെ മുൻപേ ഉണ്ടായിരുന്നോ? എഴുത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, പാരൻസ് ടീച്ചേഴ്സായിരുന്നു. അപ്പം
അമ്മയ്ക്ക് അമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ ബേബി സിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം അവർ വലിയൊരു പ്രശ്നത്തിലായിരുന്നു അവർ. അപ്പം ഞാനൊരു 3 വയസ്സായപ്പോൾ തൊട്ട് നാട്ടിൻപുറത്തെ ഒരു സ്കൂളാണ്, പേരാവൂരിനടുത്ത് പെരുന്തോടി എന്ന് പറയും, കണ്ണൂർ ജില്ല, വയനാടിൻ്റെ ഫൂട്ടില്ല. അപ്പം നമ്മുടെ ആ സ്കൂളാണ് നാട്ടിൻപുറത്തിൻ്റെ ഒരു സെൻറ്റർ. അപ്പം ചെറുപ്പത്തിൽ തൊട്ട് സ്കൂളിൽ കൊണ്ടുപോകും. 3 വയസ്സിൽ 1-ാം ക്ലാസ്സിലിരുന്നു. പിന്നെ 4 വയസ്സിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അക്ഷരം പഠിച്ചു. ഞാൻ ബോറടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ വായന തുടങ്ങി. 4 വയസ്സ് തൊട്ട് വായിക്കുമായിരുന്നു ചെറിയ കുട്ടികളുടെ പുസ്തകങ്ങൾ. പിന്നെ നമ്മളെ ഈ അമ്മ അക്ഷരം പഠിപ്പിച്ചത് തന്നെ ഈ ശല്യപ്പെടുത്താതിരിക്കാൻ. അത് ഇവർ ഈ പേപ്പർ നോക്കുന്ന അവധിക്കാലത്ത് നമുക്ക് പോകാൻ അമ്മ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വായിച്ചും കശ്മാവ കയറിയും അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ തന്നെ അവർക്ക് ശല്യമൊക്കെ ഉണ്ടാക്കി. ഇവർ തന്നെയാണ് ഈ ഗ്രാൻഡ് പാരൻസ് കൂടിയില്ലാത്തതുകൊണ്ട് ഈ കഥകൾ പറയുകയും പാട്ട് പാടിത്തരുകയൊക്കെ ചെയ്യുന്നത് പാരൻസ് തന്നെയാണ്. അന്നേരം അധികവും പാടിത്തന്നത് ഈ ചങ്ങമ്പുഴയുടെയും പാട്ടുകളും വൈലോപ്പള്ളിയുടെയും അങ്ങനെ ആ കഥകളും എല്ലാമാണ് നമ്മുടെ കഥകളായിട്ട് വന്നത്. അപ്പോൾ ചെറുപ്പത്തൊട്ട് നല്ലൊരു ആകർഷണം ഉണ്ടായിരുന്നു എഴുത്തിനോടും വായനയോടും ഒക്കെ. കുഞ്ഞായിരുന്നപ്പോഴേ എഴുതുമായിരുന്നു, കഥയൊക്കെ ഒരു ബുക്കിലൊക്കെ ആക്കി എഴുതി കുറേ പടങ്ങളൊക്കെ വരച്ച് പടവും വരയ്ക്കുമായിരുന്നല്ലോ, വെക്കുമായിരുന്നു. പക്ഷേ ആ പടങ്ങളായിരിക്കും ഇന്ത്യൻ റെയിൻബോ എന്ന പുസ്തകത്തിൽ കാണുന്ന സ്കെച്ചസ് അല്ലേ? അതൊരു ശീലമായിട്ട് അത് തുടർന്നു. അത് പടം വരയ്ക്കാന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള ശീലമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിലും വരച്ചു വെക്കുമായിരുന്നു, കോപ്പി ബുക്കിലടക്കം. അതുകൊണ്ട് കുറേ ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ കുറച്ച് ചീത്തയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഒരു ബുക്ക് വെക്ക്, പടം വരയ്ക്കാൻ മാത്രം, നീ എല്ലാ ബുക്കും ചീത്തയാക്കാതെ. അങ്ങനെ അതിനൊരു ബുക്ക് വെക്കുന്നതും ഇങ്ങനെ എഴുതാനും കുറിപ്പുകൾ എഴുതാനും ഒക്കെ ഒരു ശീലമായി. അങ്ങനെ ഒരു ബുക്ക് നമ്മൾ പട്ടാളത്തിലായിരുന്നപ്പോഴും ഈ കോമ്പാറ്റ് യൂണിഫോമിന് ഒരുപാട് പോക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ എപ്പോഴും ഒരു നോട്ട് പാഡ് ഉണ്ടാകും, കുറേ കളർ പേനയുണ്ട്, ഈ അടുത്ത വശത്ത് 3-4 പേന വെക്കാനുള്ള പോക്കറ്റ് ഉണ്ട്. അപ്പം പല കളർ പേനയൊക്കെ വെച്ച് എവിടെ പോയാലും ഇങ്ങനെ കാണുന്ന ആൾക്കാരെ എല്ലാം വരച്ചു വെക്കും, അവരെ പറ്റി ഇങ്ങനെ കുറിപ്പുകൾ, കവിതകൾ. അതിന് വലിയ ഭാരമൊന്നുമില്ല, അതൊരു സന്തോഷമുള്ള ഭാരമല്ലേ. അങ്ങനെ ഒരു ശീലം. പക്ഷെ ചെറുപ്പത്തിലൊരു കഥയൊക്കെ എഴുതുമെങ്കിൽ ആരെയും കാണിക്കില്ലായിരുന്നു. അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു ബുക്ക് നിറയെ, നോട്ട് ബുക്ക് നിറയെ കഥപുസ്തകം ഉണ്ടായിരുന്നു. അത് ബ്രദർ കണ്ടുപിടിച്ചു. അതിൽ ഓരോ കഥയെപ്പറ്റിയും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയതോടെ പരിപാടി നിർത്തി. അത് പിന്നെ കവിതയാണെങ്കിൽ എഴുതി കഴിഞ്ഞാൽ ഉടനെ കീറിക്കളയുക. ഉപന്യാസ മത്സരത്തിനൊക്കെ പോകുമായിരുന്നു, അതിനൊക്കെ സമ്മാനം കിട്ടുമായിരുന്നു പ്രസംഗത്തിനും. പക്ഷേ ഈ കഥയും കവിതയൊക്കെ നമ്മുടെ മാത്രം സീക്രട്ട് പൊസിഷനായിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ആദ്യത്തെ ഫിക്ഷൻ പുറത്ത് എന്ന് വെച്ചാൽ ഇത്. അതെ, ഇന്ത്യൻ റെയിൻബോയും അവളവൾ ശരണവും നോൺ ഫിക്ഷൻ ആയിരുന്നല്ലോ ആദ്യത്തെ ഫിക്ഷൻ വരുന്നത്. അതിനുശേഷം ആരും കണ്ടിട്ടില്ല, എല്ലാം എഴുതിയ ഉടനെ കീറിക്കളയാന്നുള്ള. അങ്ങനെയാണ് ഈ എഴുത്തിലേക്കും വായനയിലും ഒക്കെ വന്നത്. പിന്നെ എഴുതി ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മിലിറ്ററിയിൽ നമുക്ക് മെറ്റേണിറ്റി ലീവ് ഞങ്ങളുടെയൊക്കെ ടൈമിൽ 2 മാസം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെന്ത് ചെയ്യും, 2 മാസം മെറ്റേണിറ്റി ലീവ്, 2 മാസം ആനുവൽ ലീവ്, അപ്പം 4 മാസമേ കിട്ടത്തുള്ളൂ. ഫർലോ കിട്ടിയാലായി, കിട്ടിയില്ലായി. അങ്ങനെ ഞാനൊക്കെ 5-ാം മാസം മോനുണ്ടായതിനു ശേഷം ജോലിക്ക് പോയി തുടങ്ങി. അപ്പം നമുക്കൊരു കുറ്റബോധം, മോന് ആവശ്യത്തിന് സമയം കൊടുത്തിട്ടില്ല. അങ്ങനെ മോൻ +1 +2 ആയപ്പോഴത്തേക്കും ഞാൻ പട്ടാളം വിട്ടല്ലോ. അപ്പം ഞാൻ 2 വർഷം ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് വീട്ടിലിരുന്നു, അവൻ്റെ കൂടെ ഇരിക്കാം. കാരണം ചെറുപ്പത്തിൽ അവൻ്റെ കൂടെ അധികം ഇരുന്നിട്ടില്ലല്ലോ. ആ സമയത്ത് കുറേ ടൈം കിട്ടി ജോലി ഒന്നും ചെയ്യാതെ ഇരുന്നപ്പോൾ. എന്ന് വെച്ചാൽ പുറത്തുള്ള. അങ്ങനെയാണ് ഈ എഴുതി കഴിഞ്ഞപ്പം കൂട്ടുകാർ പറഞ്ഞാൽ എന്തിനേലും അയച്ചു കൊടുത്തു നോക്ക്. അങ്ങനെ ആദ്യത്തേത് മനോരമ ഓൺലൈനിലാണ് വന്നത്. അത് കഴിഞ്ഞ് അല്ല, അത് അവളവൾ ശരണം എന്ന പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ആർട്ടിക്കിളായിരുന്നു, യശോധരയെ പറ്റിയുള്ളൊരു കുറിപ്പായിരുന്നു. അങ്ങനെ ഒരു ലൈനിൽ പിന്നെ കുറേ എഴുതി ആ സമയത്ത്. സ്ത്രീകളെക്കുറിച്ച്, വഴിയിൽ കണ്ടുമുട്ടിയ സ്ത്രീകളെക്കുറിച്ച്, അല്ലാതെ എഴുത്തിൽ കണ്ടുമുട്ടിയ സ്ത്രീകളെക്കുറിച്ച്. അങ്ങനെ പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു, ഇന്ത്യൻ എക്സ്പ്രസ് ഓൺലൈനിൽ. അങ്ങനെ വന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു ആർട്ടിക്കിൾ എഴുതി. അത് കേരളത്തിലെ നേഴ്സിംഗ് പ്രൊഫഷൻ്റെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന കുറച്ച് സിസ്റ്റർമാരുടെ ഒരു കഥയായിരുന്നു. കാരണം ഒരു തവണ ട്രെയിനിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരു സിസ്റ്ററോട് അവരുടെ മഠം എവിടെയാണെന്ന് ചോദിച്ചപ്പം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? അപ്പോൾ അവരാണ് കഥ പറഞ്ഞത്. അവരുടെ മറ്റേ മഹാരാജാവ് ക്ഷണിച്ച് ബിഷപ്പ് ബെൻസിഗറിൻ്റെ കാലത്ത് കേരളത്തിലെ നേഴ്സിംഗ് പ്രൊഫഷന് വേണ്ടിയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന കഥ. അപ്പോൾ അതിൻ്റെ കഥ, ഈ ഹിസ്റ്ററിയൊക്കെ എഴുതി. അന്നേരം ഞാൻ വിചാരിച്ചു ഇത്രയും ബുദ്ധിമുട്ടി എഴുതല്ലേ, ഒരു പ്രിൻ്റ് വീഡിയോയ്ക്ക് അയച്ചു കൊടുത്താലോ. അങ്ങനെ മാതൃഭൂമി വാരാന്ത്യ പതിപ്പിന് അയച്ചു കൊടുത്തു. അപ്പോൾ ആണ് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്റർ ശ്രീകാന്ത് കോട്ടയ്ക്കൽ ഫോൺ ചെയ്തിട്ട് അന്ന് ഓർമ്മക്കുറിപ്പുകൾ എഴുതിക്കൂടെ എന്ന് ചോദിച്ചത്. അപ്പോൾ എഴുതാമെന്നൊരു ധൈര്യം അങ്ങ് വന്നു. അങ്ങനെയാണ് ഈ ഇന്ത്യൻ റെയിൻബോ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ പിന്നെ ഈ വായനക്കാരുടെ റെസ്പോൺസ് ഒരുപാട് നല്ല റെസ്പോൺസായിരുന്നു. പിന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ തീരുന്നവർ ആദ്യം ഒരു 7 കുറിപ്പിൽ നിർത്താമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ വന്നത് കുറേ നീണ്ടു. ഇപ്പോൾ എഴുത്തുകാരിയുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്നത് പെട്ടെന്നിരുന്നാൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത്
ഒരു പട്ടാള ചിട്ടയിൽ തന്നെ ഇരുന്ന് എഴുതുന്നുണ്ടോ? അത് എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഇന്ന സമയത്തിന് മുമ്പ് ഫിനിഷ് ചെയ്യണം എന്നൊരു കാര്യം വന്നാൽ അത് നമ്മുടെ മിലിറ്ററിയുടെ ട്രെയിനിങ്ങിൻ്റെ ആയിരിക്കും. എന്ത് വിചാരിച്ചാണെങ്കിലും ഫിനിഷ് ചെയ്തിരിക്കും. രാത്രി മുഴുവൻ ഇരുന്നാലും അത് ചെയ്യാൻ പറ്റും. അത് ഇന്ന സമയത്തിനുള്ളിൽ അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷിലാക്കിട്ടോ. ഈ നോവൽ തന്നെ മനസ്സിൽ 20 വർഷമായിട്ടുണ്ട്. ഏതായാലും ഒരു ബ്രേക്ക് എടുക്കുമല്ലേ, ഈ സമയത്ത് അത് എഴുതുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇനിയും പറയാത്ത, വായിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇനിയും ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം എഴുതാൻ സാധിക്കട്ടെ, കൂടുതൽ മികച്ച എഴുത്തുകളിലൂടെ വായനക്കാരിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റുഡിയോയിൽ വന്നതിന് വളരെ നന്ദി. താങ്ക് യു. റിട്ടയേർഡ് മിലിറ്ററി ഡോക്ടറും എഴുത്തുകാരിയുമായ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ പങ്കെടുത്ത അതിഥി താരം പരിപാടിയാണ് ഇതുവരെ കേട്ടത്. കൂടെ ഫഹദ് റാസ. അതിഥി താരം നിർവഹണം ഫഹദ് റാസ.